കൈതപ്രത്തിന്റെ എഴുത്ത്. ഉം. കൈതപ്രം എഴുതി ഇവിടെ വിളക്കെടുത്താൽ പൂവണിയും സ്വപ്നങ്ങൾ. ഞങ്ങൾ വേറെ ഓർക്കസ്ട്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലാൽ ഇത് കൊണ്ട് കൈതപ്രം പോയി, ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വായിച്ചു, അതിന് ട്യൂൺ കൊള്ളാം, ട്യൂണിനനുസരിച്ച് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, നോക്കി പാടി നോക്കാന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ സകല മൂടും പോയി. ചേട്ടൻ പിന്നെ ഓർക്കസ്ട്ര നിങ്ങൾ ആയിക്കൂടി മൂട് പോയി. നല്ലൊരു പാട്ട് ഹിറ്റാനുള്ള പാട്ട് ഹിറ്റാവില്ല, നല്ലൊരു അവസ്ഥയിലായിപ്പോയി. ഞങ്ങളുടെ അന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കിടന്ന് പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി, ചേട്ടൻ ഉറക്കം പറ്റില്ല. ഇത് എങ്ങനെ മാറ്റും. അങ്ങനെയാണ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞ് നമുക്കൊരു കഥ പറയണ പോലെ ആക്കിയാലോ. അപ്പോൾ ചോദിച്ചു, അദ്ദേഹം പോയി വേറെ വർക്കിനോട്ട് പോയിട്ടുണ്ടാവും, അദ്ദേഹം കാലിക്കറ്റേക്ക് പോയില്ലേ. അത് എന്ത് വന്നാലും ഈ പാട്ട് ഇങ്ങനെ ഇവിടെ വിളക്കെടുത്താന്ന് പറഞ്ഞ് ഹിറ്റാവില്ല. വേറൊരു ടൈപ്പിൽ പറഞ്ഞ കഥയിലെന്ന് പറഞ്ഞ ലാൽ പാടിയില്ല, അതുപോലെ പാടി വന്നാൽ അങ്ങനെ. എന്നാൽ പിന്നെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടണില്ല, പെട്ടെന്നൊന്ന് വന്ന് എഴുതണമെന്ന്. അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞ് കാലിക്കറ്റിൽ നിന്ന് വീണ്ടും വന്ന് കഥയിലെ വെച്ച് തന്നെ തുടങ്ങി സൂപ്പറായിട്ട് എഴുതി പുള്ളി പോയി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ.